അപ്പോഴേ ഇന്ന് നമ്മൾ ഒരു ചിക്കൻ 65 ആണ് ഉണ്ടാക്കുന്നത്. 1 കിലോ ചിക്കൻ ബ്രസ്റ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, നല്ല ജീരകം, പിന്നെ വലിയ ജീരകം ഇവയെല്ലാം നല്ലപോലെ മിക്സ് ചെയ്യുക. റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ. പിന്നെ കുറച്ച് മുളക് പൊടി, എരിവുള്ളതും എരിവില്ലാത്തതും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി വേണമെങ്കിലും എടുക്കാം. പിന്നെ ഒരു ശകലം മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി വേണമെങ്കിൽ എരിവ് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. കുറച്ച് ഗരം മസാല, അതുപോലെ മല്ലിയില ഇവയെല്ലാം എടുത്ത് തൈരും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്യണം. ആ മസാല എല്ലായിടത്തും പിടിക്കണം. അതുപോലെ ഈ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി പേസ്റ്റും കൂടെ മിക്സ് ചെയ്ത് തൈരും എല്ലാം കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. നാരങ്ങയുടെ നീര് ലാസ്റ്റ് ചേർത്താൽ മതിയായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ ചേർത്തതിന് കൂടെയും ചേർക്കാം. അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലാക്കി നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഓവർനൈറ്റ് വെച്ചാൽ നല്ലതായിരിക്കും. ഇനി നിങ്ങൾക്ക് സമയമില്ലെന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂർ വെച്ചാൽ മതിയായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം പാനിലേക്ക് എണ്ണ തിളപ്പിക്കുക. ഒത്തിരി തിളച്ച് പോരുത്. നല്ല ഒരു തിളയ്ക്കുമ്പോഴത്തേനും ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ ഇട്ട് വറുത്ത് കോരുക. ആ കോരി കഴിഞ്ഞതിന് ശേഷം ആ എണ്ണയിൽ തന്നെ അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷം കുറച്ച് എണ്ണ എടുത്തിട്ട് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ഉപ്പും അത് മൂത്ത് വരുമ്പോഴത്തേനും കുറച്ച് ടൊമാറ്റോ പേസ്റ്റ്, ഞാനിവിടെ ഫ്രോസനാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ ടൊമാറ്റോ ആണെങ്കിലും വേണമെങ്കിൽ നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞിടാം. അത് കഴിഞ്ഞതിന് ശേഷം കളറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടാം. പക്ഷേ എൻ്റെ ഇത് നല്ലതുപോലെ കളറുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തില്ല. അപ്പം അതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതൊരു പാത്രത്തിലേക്കാക്കി ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം നിങ്ങളത് ടേസ്റ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. സീ യു ലേറ്റർ.